ഇന്ന് മകരവിളക്ക് തീർത്ഥാടക ലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി ഉദിച്ചുയരും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജയോടെ മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായി. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്യ് കൊണ്ട് അഭിഷേകം നടത്തി. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. തുടർന്നാണ് പുണ്യദർശനമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. മകരവിളക്കിനോടനുബന്ധിച്ച് രാവിലെ 9 സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസിന് മന്ത്രി ഹരിവരാസന പുരസ്കാരം സമ്മാനിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യരും ഡാൻ കുര്യനും ചേർന്നു. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് മകരവിളക്കാണ്. എങ്ങനെയാണ് സന്നിധാനത്തെ ഒരുക്കങ്ങൾ? രാവിലെ മകരസംക്രമ പൂജ നടന്നിട്ടുണ്ട്. 9 മണിക്ക് വീരമണിക്കുള്ള പുരസ്കാരം നൽകുന്നുണ്ട്. വൈകിട്ട് 6:05 ഭക്തർ കാത്തിരിക്കുന്ന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. സന്നിധാനത്തെ വിവരങ്ങളിലേക്ക് കടക്കാം സജീവ്. അതെ, വെരി ഗുഡ് മോർണിംഗ് രഞ്ജിനി. വെരി ഗുഡ് മോർണിംഗ്. തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ദർശന പുണ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. വൈകുന്നേരം 6:40 കൂടിയാണ് തീർത്ഥാടകർ കാത്തിരുന്ന ആ പുണ്യം ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മോടൊപ്പമുണ്ട്. ഒരുക്കങ്ങൾ ബഹുമാനപ്പെട്ട തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തത്തിൽ തന്മക്ഷത്തെ മകരവിളക്ക് മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. മുൻ വർഷത്തെ ക്രമം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ സഹായത്തിനായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ചും പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് എപ്പോഴും കൃത്യമായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അത് നടത്തി വരുന്നത്. ദേവസ്വം ബോർഡിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും മെമ്പർമാരും എല്ലാ സ്ഥലത്തെത്തി തന്നെയാണ് എല്ലാം നിയന്ത്രിച്ച് നടക്കുന്നത്. അന്നദാനത്ത് പണ്ടിത്താവളത്തിൽ ഇന്നലെ 14, ഇന്ന് 15, ഇന്ന് രാവിലെയും ഇന്നലെ 3 നേരവും ഇന്ന് രാവിലെ ഉച്ചയ്ക്കും അന്നദാനം പണ്ടിത്താവളത്തിൽ തന്നെ അന്നദാനം വരുന്ന മുഴുവൻ അയ്യപ്പ ഭക്തർക്കും അന്നദാനം കൊടുക്കുന്നുള്ള സജ്ജീകരണം ഏർപ്പെടുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അത് ചെയ്യുന്നത്. തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. അത് ഒരുപാട് 10,000-കണക്കിന് അയ്യപ്പന്മാർക്കത് വളരെ ഉപകാരം ചെയ്യുന്ന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നു ഇത്തവണ തോന്നുന്നു അല്ലേ? മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് തീർത്ഥാടകർ കൂടുതൽ വരുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും കുഞ്ഞു മാളികപ്പുറങ്ങളും പ്രായമുള്ള മാളികപ്പുറങ്ങളും എല്ലാം വളരെയധികം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള സമയമുള്ളൂ. ഏതാണ്ട് ആ ഈക്വലായിട്ടുള്ള രീതിയിൽ. കാരണം ഏതാണ്ട് ഒരു 10-ാം തീയതിക്ക് ശേഷം വരുന്ന 12, 10, 11 വന്ന അയ്യപ്പന്മാർ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുക. വിവിധ ഭാഗങ്ങളിലായിട്ട് സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വരുമ്പോൾ ഏതാണ്ട് ഈക്വൽ ആ ഒരു ക്രൗഡ് സമയം ഏതാണ്ട് 1 ലക്ഷത്തിനൊക്കെ മേളിലവും നല്ല ക്രൗഡാണ് സംഭവം ചെയ്യുന്നത്. അതിനനുസരിച്ച് പോലീസിൻ്റെ എണ്ണം കൂട്ടി എല്ലാ രീതിയിലുള്ള സ്ട്രെങ്ത് കൂട്ടി ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചു വരുന്നുണ്ട്. കൃത്യമായി അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്ന ഒരു സംവിധാനമായിരിക്കും. തീർച്ചയായും തന്വർഷം വരുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായൊരു മകരജ്യോതി ദർശനം അതിനുള്ള എല്ലാ സജ്ജീകരണവും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ദർശനം അനുവദിക്കില്ലല്ലോ അല്ലേ? ഇല്ല, ദർശനം അനുവദിക്കില്ല. പിന്നെ മകരജ്യോതി ദർശനത്തിന് ശേഷം ദീപാരാധനയ്ക്ക് തൊഴുത് പിന്നെ ദർശനം ആ രീതിയിലേ ഉണ്ടാവുള്ളൂ. നിയന്ത്രണം എല്ലാ അയ്യപ്പ ഭക്തർക്കും തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നമ്മളോട് സംസാരിച്ചത്, കൃഷ്ണകുമാർ. അദ്ദേഹം പറയുന്നത് പ്രധാനമായും എല്ലാ ആളുകൾക്കും സൗകര്യപൂർവ്വം ദർശനം നടത്താനുള്ള മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ആ തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ന് എത്തുന്ന തീർത്ഥാടകർക്കും സൗകര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ 4 ദിവസങ്ങളായി ആളുകൾ ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പർണശാലകളിലും ടെന്റുകളും കെട്ടിയാണ് ആളുകൾ ഇവിടെ തങ്ങുന്നത്.
അങ്ങനെ 2.5 ലക്ഷത്തോളം പേർ ഇപ്പോഴുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ സന്നിധാനത്തും പരിസരത്തുമായി തങ്ങാനുള്ള സാധ്യതയുണ്ട്. 10 വ്യൂ പോയിന്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സന്നിധാനത്തിന് സമീപം. 10 വ്യൂ പോയിന്റുകൾ ഒന്ന് ഈ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന പാണ്ടിപ്പാളയമാണ്. പാണ്ടിത്താവളത്തോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പാണ്ടിത്താവളത്താണ്. ഏറ്റവും കൂടുതൽ തമിഴ് തീർത്ഥാടകർ വരുന്ന മേഖലയായതുകൊണ്ട് തന്നെയാണ് പാണ്ടിത്താവളം എന്ന പേര് ആ മേഖലയ്ക്ക് വന്നത്. അവിടങ്ങളിൽ നിന്ന് ഒരു പ്രധാന പ്രശ്നം ഈ ഇറങ്ങിപ്പോകുന്ന ആളുകളെ, അതായത് തീർത്ഥാടകർ എത്തുകയും മകരവിളക്ക് ദർശനം കഴിയുകയും ചെയ്ത് വൈകുന്നേരം രാത്രിയോടുകൂടി മടങ്ങുന്ന ആളുകളെ കൃത്യമായി തിരിച്ചുവിടാനുള്ളൊരു സാഹചര്യം പാണ്ടിത്താവളത്തില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും സാധിക്കില്ല. കാരണം വിവിധ വഴികളിലൂടെ പാണ്ടിത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ആ വഴിയിൽ തീർത്ഥാടകർ ഇറങ്ങിയാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടായേക്കാം. വലിയ തിരക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് നടക്കുന്നത്. പാണ്ടിത്താവളം കഴിഞ്ഞാൽ കൊപ്രക്കളം എന്ന താഴെ ഒരു മേഖലയുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്തിന് താഴെയുള്ള ഭാഗം ഇങ്ങനെ നാലിടങ്ങളാണ്. പിന്നീടുള്ള പ്രധാന കാര്യം നമുക്ക് പിന്നിൽ കാണുന്ന മാളികപ്പുറം ആണ്. മാളികപ്പുറത്തിന് സമീപവും സുഗമമായ ദർശനം സാധ്യമാകുന്ന ഇടമാണ്. ഒപ്പം നടപ്പന്തലിന് അറ്റത്തും അതുപോലെ അപ്പാച്ചിമേടും തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ പതിനായിരക്കണക്കിന് തീർത്ഥാടകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം തന്നെ സൗകര്യപൂർവ്വം ദർശനം നടത്താൻ, സുരക്ഷിതമായി ദർശനം നടത്താനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കർപ്പൂരമൊക്കെ ആയി ആളുകൾ ആരതി ഒഴിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് വന്ന തീർത്ഥാടകർ, അതുപോലെ കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരൊക്കെ തന്നെയാണ് കൂടുതലും വലിയ തോതിലുള്ള ആചാരങ്ങളുമായി ഇവിടെ തുടരുന്നത്. പ്രത്യേകിച്ചും വൈകുന്നേരം 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തിരുവാഭരണം 3 പേടകങ്ങളിലായാണ് എത്തുക. 3 പേടകങ്ങളിൽ കൊണ്ടുവരുന്ന തിരുവാഭരണം ഒരു പേടകത്തിൽ മാത്രമാണ് ആഭരണങ്ങൾ, തങ്കത്തിൽ തീർത്ത ആഭരണങ്ങൾ ഉണ്ടാകുക. ഭഗവാന്റെ ആഭരണങ്ങൾ നേരെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. ഒപ്പമുള്ള 2 പേടകങ്ങൾ മാളികപ്പുറത്തേക്ക് മാറ്റും. അതിൽ ആഭരണങ്ങളല്ല, പകരം പാത്രങ്ങളും അതുപോലെ വസ്ത്രങ്ങളുമാണ്. ഇതെല്ലാം തന്നെ പന്തളത്തുനിന്ന് കൊടുത്തുവിടുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായി അത് മാളികപ്പുറത്തേക്ക് മണിമണ്ഡപത്തിലേക്ക് മാറ്റും. ഈ തിരുവാഭരണങ്ങൾ ചാർത്തി 6:30 ദീപാരാധന നടത്തും. വിശേഷാൽ ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മകരജ്യോതി ഈ കിഴക്കൻ ചക്രവാളത്തിൽ തെളിയും. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് മകരജ്യോതി തെളിയേണ്ടത്. അതിനൊപ്പം മകരവിളക്കും തെളിയും. വലിയ തോതിലുള്ള ഒരു വിശ്വാസികളുടെ അതുപോലെ തീർത്ഥാടകരുടെ പ്രവാഹമാണ് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.